സ്റ്റുഡൻസ്, 9th സ്റ്റാൻഡേർഡിലെ 3rd ചാപ്റ്ററായ പെയേഴ്സ് ഓഫ് ഇക്വേഷനിലെ സമ്മർ ഇക്വേഷൻസ് എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓഫ് ടു സ്ക്വയേഴ്സ് ദ സൈഡ്സ് ഓഫ് ദ ലാർജർ ആർ 5 സെൻറ്റിമീറ്റേഴ്സ് ലോങ്ങർ ദാൻ ദോസ് ഓഫ് ദ സ്മോളർ ആൻഡ് ദ ഏരിയ ഓഫ് ദ ലാർജർ ഈസ് 55 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് മോർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ഈച്ച്? അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? 2 സ്ക്വയേഴ്സ് ഉണ്ട്. ലാർജർ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റേഴ്സ് മോർ ദാൻ സ്മോളർ സ്ക്വയറിൻ്റെ സൈഡ്. ലാർജർ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 55 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് മോർ ദാൻ സ്മോളർ സ്ക്വയർ. നമുക്ക് 2 സൈഡിൻ്റെയും ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ലെറ്റ് ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ലാർജർ സ്ക്വയർ ബി എക്സ് ആൻഡ് ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് സ്മോളർ സ്ക്വയർ ബി വൈ. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 5 കിട്ടും. അത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ആക്കി കൊടുക്കാം. അതുപോലെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 55, അത് സെക്കൻഡ് ഇക്വേഷൻ. നമുക്കറിയാലോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതുപോലെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഇതിൽ നിന്ന് എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ. ഇനി നമുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻസിൻ്റെ വാല്യൂസ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 55 ഡിവൈഡഡ് ബൈ 5. ദെർഫോർ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 11. അത് നമ്മൾ തേർഡ് ഇക്വേഷൻ ആക്കി കൊടുക്കും. ഫ്രം ഇക്വേഷൻ 1 and 3 നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 11 ആൻഡ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 5. ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ 2x ഇസ് ഈക്വൽ ടു 16 വരും. എക്സ് ഇസ് ഈക്വൽ ടു 16/2. ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു 8. ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ തേർഡ് ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 11, 8 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 11. ദെർഫോർ വൈ ഈസ് ഈക്വൽ ടു 11 മൈനസ് 8 വിച്ച് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ലാർജർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ ആൻഡ് ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്മോളർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റേഴ്സ്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. The perimeter of a rectangle is 10 meters and its area is 5 1/4 square meters. What are the lengths of its sides? ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 10 മീറ്റേഴ്സും അതിൻ്റെ ഏരിയ 5 1/4 സ്ക്വയർ മീറ്റേഴ്സും ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ബി എക്സ് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ബി വൈ ആയിട്ട് അസ്യൂം ചെയ്യാം. ഇപ്പോൾ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ത് വരും? ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ and area of the rectangle is equal to x into y. 2 into x plus y is equal to 10. Therefore, x plus y is equal to 5. That is first equation. xy is equal to 5 1/4 which is equal to second equation. We know that x plus y the whole square minus x minus y the whole square is equal to 4xy. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷനെ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4xy. ഇനി നമുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷനിൽ കിട്ടിയേക്കുന്ന വാല്യൂസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 5 1/4. ദെർഫോർ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 മൈനസ് 21 വിച്ച് ഈസ് ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൈയുടെ വാല്യൂ എന്ത് വരും? എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 2. അത് തേർഡ് ഇക്വേഷൻ. ഇനി ഇക്വേഷൻ 1 and 3 നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5 ആൻഡ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 2. രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ 2x ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. ദെർഫോർ എക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു 7/2 വിച്ച് ഈസ് ഈക്വൽ ടു 3 1/2. നമുക്ക് കിട്ടിയ ഈ എക്സിൻ്റെ വാല്യൂ ഇക്വേഷൻ 1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5. Therefore 3 1/2 plus 5 is equal to 5. Y is equal to 5 minus 3 1/2. Therefore y is equal to 1 1/2 എന്ന് കിട്ടും. Therefore length of the rectangle is equal to 3 1/2 meter and breadth of the rectangle is equal to 1 1/2 meter. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A 10 meter long rope is to be cut into 2 pieces and a square is to be made using each. The difference in the areas enclosed must be 1 1/4 square meters. How should it be cut? അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു 10 മീറ്റർ ലോങ് റോപ്പ് ഉണ്ട്. അതിനെ 2 പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. ആ 2 പീസസ് ഉപയോഗിച്ച് 2 സ്ക്വയർ ഉണ്ടാക്കണം.
അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഏരിയയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1/4 സ്ക്വയർ മീറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എങ്ങനെയായിരിക്കും കട്ട് ചെയ്തിരിക്കുക? അതാണ് ക്വസ്റ്റ്യൻ. Let the side of first square be x and the side of second square be y. Therefore, perimeter of first square is equal to 4x and perimeter of second square is equal to 4y. 4x plus 4y is equal to 10 meters. Therefore, 4 into x plus y is equal to 10. X plus y is equal to 10 divided by 4, which is equal to 5/2. First equation. X square minus y square is equal to 1/4, which is equal to second equation. നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ദർഫോർ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. ഇനി ഇതിൻ്റെ വാല്യൂസ് ഇക്വേഷൻ 1 and 2 നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1/4 ഡിവൈഡഡ് ബൈ 5/2, വിച്ച് ഈസ് ഈക്വൽ ടു 5/4 ഡിവൈഡഡ് ബൈ 5/2. ദർഫോർ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1/2, വിച്ച് ഈസ് ദ തേർഡ് ഇക്വേഷൻ. From equation 1 and 3 നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5/2, വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ, ആൻഡ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1/2, തേർഡ് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും ആഡ് ചെയ്യുമ്പോൾ 2x is equal to 6/2, which is equal to 3. Therefore, എക്സിൻ്റെ വാല്യൂ എന്ത് വരും? 3/2. ഇനി ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5/2. Therefore, 3/2 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5/2. y is equal to 5/2 minus 3/2. Therefore, y is equal to 1. നമ്മൾ ഈ എക്സിൻ്റെയും വൈയുടെ വാല്യൂ 4x and 4yയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4x is equal to 4 into 3/2, which is equal to 6. And 4y is equal to 4 into 1, which is equal to 4. Therefore, perimeter of first square is equal to 6 meter and perimeter of second square is equal to 4 meter. Therefore, the 10 meter rope is cut as 6 meter and 4 meter each. Next question. The length of a rectangle is 1 meter more than its breadth. Its area is 3/4 square meters. What are its length and breadth? അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ? ഒരു റെക്റ്റാങ്കിളിലെ ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ബ്രെഡ്ത്തിനെക്കാട്ടും 1 മീറ്റർ കൂടുതലാണ്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 3/4 സ്ക്വയർ മീറ്റേഴ്സ് ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും എത്ര? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. ലെറ്റ് ദ ലെങ്ത് ബി എൽ, breadth be b and area be a. Therefore, L is equal to 1 plus b and a is equal to 3/4 square meter. Now, let's write the equations. L is equal to 1 plus b, which is the first equation, and a is equal to 3/4 square meter, which is equal to 15/4 square meter, which is equal to L into b. Second equation. Now, let's substitute equation 1 in equation 2. Substituting L is equal to 1 plus b in a. നമുക്ക് എന്ത് കിട്ടും? 1 plus b into b is equal to 15/4. Therefore, b plus b square is equal to 15/4. b plus b square minus 15/4 is equal to 0. Taking LCM, we get 4b square plus 4b minus 15 is equal to 0. 4b square plus 10b minus 6b minus 15 is equal to 0. 4b സ്ക്വയറിലും 6bയിലും 2b കോമൺ ആണ്. ദർഫോർ 2b ഇൻറ്റു 2b മൈനസ് 3 പ്ലസ് 10bയിലും മൈനസ് 15ലും 5 കോമൺ ആണ്. ദർഫോർ 5 ഇൻറ്റു 2b മൈനസ് 3 ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2b പ്ലസ് 5 ഇൻറ്റു 2b മൈനസ് 3 ഈസ് ഈക്വൽ ടു 0. ദർഫോർ ബിയുടെ വാല്യൂസ് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും. b ഈസ് ഈക്വൽ ടു -5/2 മീറ്റർ ആൻഡ് b ഈസ് ഈക്വൽ ടു 3/2 മീറ്റർ. ഫസ്റ്റ് വാല്യൂ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഡിസ്റ്റൻസ് ഒരിക്കലും ഒരു നെഗറ്റീവ് വാല്യൂ ആവില്ല. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ബ്രെഡ്ത്ത് b ഈസ് ഈക്വൽ ടു 3/2 മീറ്റർ ആൻഡ് ലെങ്ത് L ഈസ് ഈക്വൽ ടു 1 + 3/2, വിച്ച് ഈസ് ഈക്വൽ ടു 5/2 മീറ്റർ. നൗ ലെറ്റ്സ് സോൾവ് അനദർ ക്വസ്റ്റ്യൻ. The hypotenuse of a right angle triangle is 6 1/2 centimeters and its area is 7 1/2 square centimeters. Calculate the lengths of its perpendicular sides. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളുടെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് 6 1/2 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 7 1/2 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബാക്കിയുള്ള പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം. ലെറ്റ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ബി
B and H as shown in the figure. Let the length of the hypotenuse be L. It is given that L is equal to 6 by 2 centimeter and A is equal to 7 by 2 square centimeter. നമുക്ക് equations എഴുതാം. A is equal to 1 by 2 BH, that is BH by 2, which is equal to 7 by 2 square centimeter. Therefore, BH is equal to 15. നമുക്കറിയാം B square plus H square is equal to L square ആണ് ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാംഗിളിൽ. Therefore, B square plus H square is equal to 6.5 the whole square, which is equal to 13 by 2 the whole square, which is the second equation. നമുക്കറിയാവുന്ന ഒരു ഐഡൻറ്റിറ്റി നമുക്കിവിടെ ഉപയോഗിക്കാം. A plus B the whole square is equal to A square plus B square plus 2AB, which implies B plus H the whole square is equal to B square plus H square plus 2BH. അതാണ് തേർഡ് ഇക്വേഷൻ. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് ഈ തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ B plus H the whole square is equal to 13 by 2 the whole square plus 2 into 15, which is equal to 169 divided by 4 plus 30, which is equal to 289 divided by 4. Therefore, B plus H is equal to 17 by 2. Therefore, 2B plus 2H is equal to 17, which is the fourth equation. Now, let's solve equation 1 and 4. Substitute equation 1 in equation 4. B is equal to 15 by H. Therefore, 2 into 15 by H plus 2H is equal to 17. 30 by H plus 2H is equal to 17. 30 plus 2H square is equal to 17H. 2H square minus 17H plus 30 is equal to 0. 2H square minus 12H minus 5H plus 30 is equal to 0. 2H squareലും minus 12Hലും 2H common ആണ്. Therefore, 2H into H minus 6. ഇനി 5Hലും 30ലും 5 common ആണ്. Therefore, minus 5 into H minus 6, which is equal to 0. Therefore, 2H minus 5 into H minus 6 is equal to 0. Therefore, H is equal to 5 by 2 and H is equal to 6. If H is equal to 5 by 2, then B is equal to 15 by H, which is equal to 15 divided by 5 by 2, which is equal to 6 centimeter. If H is equal to 6, then B is equal to 15 by H, which is equal to 15 divided by 6, which is equal to 5 by 2 centimeters. Therefore, the lengths of the perpendicular sides are 6 centimeter and 5 by 2 centimeter each.